ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും 10 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം വഴറ്റി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 10 പച്ചമുളക് നീളത്തിൽ മുറിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടയട്ടെ. നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, ചിക്കനിലുള്ള വെള്ളമാണ് അതിൽ കിടന്ന് വേവുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാലും എടുത്ത് വയ്ക്കണം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2-ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 2-ാം പാൽ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ തേങ്ങാപ്പാലിൽ കിടന്ന് ചിക്കൻ ഒന്നും കൂടി വേവണം. അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. തേങ്ങാപ്പാലിൻ്റെ വെള്ളം ഒന്ന് വറ്റട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം തേങ്ങാപ്പാലൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം.
ഇനി ഇതിലേക്ക് 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായാൽ മതി. സ്റ്റൗ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പൊറോട്ട, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം ഇവ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതെല്ലാ പേരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.